ഹേ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണപ്പൂക്കളം. ഞങ്ങളുടെ പൂക്കളം എന്ന് പറയുന്നേക്കാളും നല്ലത് അച്ഛന്റെ ഓണപ്പൂക്കളം എന്ന് പറയുന്നതാവും. കാരണം എല്ലാ പണിയെടുത്തത് അച്ഛനാണ്. ഞങ്ങളാരും ഇടപെടാത്തോണ്ട് തന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് എന്റെ ഈ പ്രാവശ്യത്തെ ഓണക്കോടി എന്ന് പറയുന്നത് റെഡിയല്ല, ഓണക്കോസ്റ്റ്യൂം എന്ന് പറയാം. കാരണം ഇത് ഓണത്തിനായിട്ട് എടുത്തതല്ല. അതും കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓണല്ലേ ഒന്ന് അമ്പലത്തിലൊക്കെ പോവാന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് പോയി. ചെറിയൊരു മഴക്കാറും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിയൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെയാണല്ലോ അതിന്റെ ഒരു കീഴ്വഴക്കം. അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചരി ആയപ്പോഴാട്ടോ എത്തിയപ്പോ തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോഴേക്കും അമ്മയും അച്ഛനും സദ്യ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറയാനല്ലോ, ജെനുവിൻലി ഈ പ്രാവശ്യത്തെ സദ്യ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ മലബാർ സദ്യയിൽ ഒരു നോൺ വെജ് നിർബന്ധമാണല്ലോ. അതും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വീഡിയോ എടുത്തു കേട്ടോ. ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്, കാണാത്തവർ വേഗം പോയി കണ്ടോ. പിന്നെ മെയിൻ താരമായിട്ടുള്ള പായസം കൂടെ കുടിച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണപ്പരിപാടിയുടെ അവസാനിപ്പിക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.